കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച രാസസമീകരണം, ബാലൻസിങ് ഓഫ് ഇക്വേഷൻ, അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്കും കൂടി ഉത്തരങ്ങൾ കണ്ടെത്തിയതിന് ശേഷം നമുക്ക് പുതിയ ഭാഗമായ ഓക്സീകരണം, നിരോക്സീകരണം, ഓക്സിഡേഷൻ, റിഡക്ഷൻ എന്ന ഭാഗത്തേക്ക് എത്താം. നമുക്ക് ആദ്യം ഒരു പ്രവർത്തനം നോക്കാം. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനം. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനം. ഇവിടെ നൈട്രജനും ഹൈഡ്രജനും ഡൈ ആറ്റോമിക് മോളിക്യൂളാണ്, ദ്വയാറ്റോമിക തന്മാത്രയാണ്. അതായത് രണ്ട് ആറ്റങ്ങൾ ചേർന്നാണ് നൈട്രജന്റെയും ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും ഓക്സിജന്റെയും എല്ലാം തന്മാത്രകൾ ഉണ്ടാകുക. അപ്പോൾ ആ രീതിയിൽ വേണം ഇക്വേഷനിൽ സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പം നൈട്രജനും ഹൈഡ്രജനും ചേരുന്നു. N2 നൈട്രജൻ N2 പ്ലസ് H2 ഹൈഡ്രജൻ ഗീവ്സ് എന്താണ് ഉണ്ടാകുക? അമോണിയ. അമോണിയയുടെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം NH3 എന്നാണ്. NH3. ഇവിടെ റിയാക്റ്റൻസ്, അഭികാരകങ്ങൾ ആരൊക്കെയാണ്? നൈട്രജനും ഹൈഡ്രജനുമാണ്. പ്രൊഡക്റ്റ്, ഉൽപ്പന്നമാരാണ്? അമോണിയയാണ്. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് ആദ്യം നോക്കണം. അതായത് അഭികാരകങ്ങളുടെ ഭാഗത്തുള്ള, റിയാക്റ്റൻസ് സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും ഓരോ മൂലകത്തിൻ്റെയും ആറ്റങ്ങളുടെ എണ്ണവും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുള്ള, പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തുള്ള ഓരോ മൂലകത്തിൻ്റെയും ആറ്റങ്ങളുടെ എണ്ണവും തുല്യമാണോ നോക്കണം. തുല്യമാണെങ്കിൽ അതിനെയാണ് നമ്മൾ സമീകൃത സമവാക്യം, ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുക. അവിടെ നമ്മളൊന്നും ചെയ്യണ്ട. തുല്യമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഈക്വൽ ആക്കണം, തുല്യമാക്കണം. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുക എന്ന് പറയുക. നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെയും എത്ര ആറ്റങ്ങൾ വീതമുണ്ട് നോക്കാം. ഇവിടെ ആദ്യം കാണുന്നത് നൈട്രജനാണ്. അതായത് റിയാക്റ്റൻസിൻ്റെ ഭാഗത്ത് നൈട്രജൻ്റെ എത്ര ആറ്റങ്ങളുണ്ട്? 2 എണ്ണമുണ്ട്. പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തേക്ക് പോയാൽ, ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തേക്ക് പോയാൽ ഇവിടെ നൈട്രജൻ്റെ എത്ര ആറ്റങ്ങളേ ഉള്ളൂ? 1 എണ്ണമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയും എത്രയാക്കി മാറ്റണം? ഇതിന് തുല്യമാക്കണം. അപ്പോൾ 2 ആകണം. 2 ആകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഇവിടെയാണ് നമ്മൾ ആ സംഖ്യ എഴുതുക. ഈ ഭാഗത്താണ് എഴുതേണ്ടത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 2 എന്ന ഡിജിറ്റ് എഴുതുകയാണ്. 2. ഇപ്പം ഇവിടെ നൈട്രജൻ 2, ഇവിടെ നൈട്രജൻ എത്രയായി? 2. നൈട്രജൻ്റെ എണ്ണം ഈക്വലായി. ഇനി അടുത്ത എലമെൻറ്റ് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ എത്രയുണ്ട്? 2 ആറ്റം ഉണ്ട്. നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 3 അല്ല. ഇവിടെ കാണുന്ന ഈ സബ്സ്ക്രിപ്റ്റായി എഴുതിയിരിക്കുന്ന ഡിജിറ്റ്, അതായത് ഈ പാദാംഗമായി എഴുതിയിരിക്കുന്ന സംഖ്യയെ ഇതിന് മുന്നിൽ വന്നിരിക്കുന്ന ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. അതായത് 2 ഗുണിക്കണം 3, 2 × 3 എത്രയാണ്? 6. അപ്പോൾ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 6 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. പക്ഷേ ഇവിടെ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പോൾ ഈ സബ്സ്ക്രിപ്റ്റായി എഴുതിയിരിക്കുന്ന 2 എന്ന സംഖ്യയെ, പാദാംഗമായി എഴുതിയിരിക്കുന്ന 2നെ ഇവിടെ എഴുതുന്ന സംഖ്യ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 6 എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഏത് സംഖ്യ എഴുതേണ്ടി വരും? 3 എന്ന് എഴുതേണ്ടി വരും, അല്ലേ? 3. ഇനി നമുക്ക് നോക്കാം ഇക്വേഷൻ ബാലൻസ്ഡ് ആയോ എന്ന്, ആറ്റങ്ങളുടെ എണ്ണം തുല്യമായോ എന്ന്. 2 നൈട്രജൻ, ഇവിടെ 2 നൈട്രജൻ, ഇവിടെ 3 × 2, 3 × 2 6, അല്ലേ? 6 ഹൈഡ്രജൻ. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കുക? 6 ഹൈഡ്രജൻ. ഈ രീതിയിലാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്താനുള്ള കാരണം. സമവാക്യം ബാലൻസ് ചെയ്യുമ്പോൾ, ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും പെൻസിൽ കൊണ്ട് വേണം ആദ്യം ചെയ്യാൻ. കാരണം പലപ്പോഴും എഴുതിയ ഡിജിറ്റ്, ബാലൻസ് ചെയ്യാൻ വേണ്ടി എഴുതിയ സംഖ്യകൾ ചില സമയത്ത് നമുക്ക് മാറ്റേണ്ടി വരും. അടുത്ത് നമുക്ക് അങ്ങനെയുള്ളൊരു ഇക്വേഷൻ തന്നെ നോക്കാം. അലുമിനിയം ഓക്സിജനുമായി ചേർന്ന് അലുമിനിയം ഓക്സൈഡ് ഉണ്ടാകും. അലുമിനിയത്തിൻ്റെ സിമ്പൽ എല്ലാവർക്കും അറിയാം, Al എന്നാണ്. ഇക്വേഷൻ എഴുതുന്നു Al, അലുമിനിയം പ്ലസ് ഓക്സിജൻ, ഡൈ ആറ്റോമിക് മോളിക്യൂളാണ്, O2 എന്ന് എഴുതി, ഗീവ്സ് അലുമിനിയം ഓക്സൈഡ് Al2O3. ഈ ഇക്വേഷനാണ് ബാലൻസ് ചെയ്യേണ്ടത്. കുറച്ച് പ്രയാസമാണ്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. നമുക്ക് ഓരോ എലമെൻറ്റും നോക്കാം. ഇവിടെ അഭികാരകങ്ങൾ ആരൊക്കെയാണ്? അലുമിനിയവും ഓക്സിജനുമാണ്. ഉൽപ്പന്നം അലുമിനിയം ഓക്സൈഡാണ്. അഭികാരകങ്ങളുടെ ഭാഗത്ത്, റിയാക്റ്റൻ സൈഡിൽ അലുമിനിയത്തിൻ്റെ എത്ര ആറ്റങ്ങളുണ്ട്? 1 ആറ്റമേ ഉള്ളൂ. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തോ 2 അലുമിനിയം ആറ്റമുണ്ട്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഈ ഭാഗത്തും എത്രയാക്കണം? 2 ആകണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 2 എഴുതി.
അപ്പോൾ അലുമിനിയത്തിൻ്റെ എണ്ണം ശരിയായി. ഇവിടെ 2 ആറ്റങ്ങളുണ്ട്, ഇവിടെയും 2 ആറ്റങ്ങളുണ്ട്. അടുത്ത ആരുടെയാണ് നോക്കണ്ടേ? ഓക്സിജൻ്റെയാണ്. ഇവിടെ ഓക്സിജൻ്റെ 2 ആറ്റങ്ങൾ, ഇവിടെ പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തോ ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തോ 3 ആറ്റങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എത്രയാക്കി മാറ്റണം? 3 എണ്ണമാക്കണം. അതിനെന്താ മാർഗം? ഇവിടെ സംഖ്യകൾ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 എഴുതിയാൽ 1 × 2, 1 ഗുണിക്കണം 2, 2 ആറ്റങ്ങൾ തന്നെയാണ് വരിക. ഇവിടെ 2 എഴുതുകയാണെങ്കിൽ 2 × 2, 2 ഗുണിക്കണം 2 എത്രയാവും? 4 എണ്ണമാകും. ഇവിടെ എത്രയേ ഉള്ളൂ? 3 എണ്ണമേ ഉള്ളൂ. സാരമില്ല, ഇവിടെ കൂടിക്കോട്ടെ, നമുക്ക് അതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യാം? കൂടുതലാക്കാം അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ 2 എഴുതുന്നു. 2 എഴുതി. അപ്പോൾ 2 × 2 എത്രയായി? 4 ഓക്സിജൻ ആറ്റങ്ങൾ. എവിടെ? അഭികാരകങ്ങളുടെ ഭാഗത്ത്, റിയാക്ടൻ സൈഡിലെ 4 ഓക്സിജൻ ആറ്റങ്ങൾ. ഇവിടെ എത്രയേ ഉള്ളൂ? 3 ഓക്സിജൻ ആറ്റങ്ങളേ ഉള്ളൂ. ഇപ്പം ഇവിടെ കൂടുതലായി, ഇവിടെ കുറയുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യണം? ഇതിന് തുല്യമാക്കണ്ടേ ഇവിടുത്തെ ഓക്സിജൻ്റെ എണ്ണം? അതിനുവേണ്ടി ഇവിടെയാണ് സംഖ്യ എഴുതേണ്ടത്. ഇവിടെ ഞാൻ 1 എഴുതിയാൽ 1 × 3, 1 ഗുണിക്കണം 3, 3 തന്നെയാണ്. ഇവിടെ 2 എഴുതിയാലോ? അപ്പോൾ ഇവിടെ 2 × 3, 3 2 6 ഓക്സിജൻ ആവും. ഇവിടെ എത്രയേ ഉള്ളൂ? 4 ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം, ഇവിടെ നമുക്ക് പിന്നെ കൂട്ടി കൂടുതലാക്കി കൊണ്ടുവരാം. നമുക്കിവിടെ തൽക്കാലം എന്ത് ചെയ്യാം? 2 എന്ന് എഴുതാം. ഇവിടെ ഞാൻ 2 എഴുതാൻ പോവാണ്. 2 എഴുതി. അപ്പോൾ ഇനി ഇവിടെ എന്തായി നോക്കുക? 2 × 3 എത്രയാ? 6. ഇവിടെ എത്രയേ ഉള്ളൂ? 4 ഉള്ളൂ. 2 × 2 4. എന്ത് ചെയ്യണം? ഇവിടെ 6 ആകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പെൻസിൽ കൊണ്ട് വേണം ആദ്യം എഴുതാൻ. പലപ്പോഴും നമ്മൾ എഴുതിയ സംഖ്യയെ ചിലപ്പോൾ മാറ്റി എഴുതേണ്ടതായി വരും. അപ്പോൾ ഇവിടെ 2 മാറ്റിയിട്ട് എത്രയാക്കണം? അതായത് ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കുക. 3 × 2 എത്രയാ? 6 ആണ്. 6 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന 2നെ ഇവിടെ എഴുതിയ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൽ, ഗുണിച്ചാൽ 6 വരണം. അപ്പോൾ 2 ഗുണിക്കണം ഇവിടുത്തെ സംഖ്യ. അതേതാ വരിക? 6 കിട്ടണമെങ്കിൽ ഇവിടെ ഏത് സംഖ്യ വരണം? 3 വരണം. അപ്പോൾ 3 × 2 ആണ് 6 വരിക. അപ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് എത്രയാക്കാം? 3 എന്നാക്കണം. ഇവിടെ ഞാൻ 3 ആക്കാൻ പോവാണ്. 3. ഇനി ഓക്സിജനിൽ നോക്കാം. 3 × 2 6, 3 × 2 6. ഓക്സിജൻ ശരിയായി. ഇക്വേഷൻ ബാലൻസ്ഡ് ആയോ? ഇല്ല. എന്താ കാരണം? ആദ്യം ശരിയായിരുന്ന അലുമിനിയം ഇപ്പോൾ തെറ്റായി. അതായത് ഇവിടെ എത്ര അലുമിനിയം ഉണ്ട്? 2 അലുമിനിയം ആറ്റങ്ങൾ. ഇവിടെ എത്ര അലുമിനിയം ആറ്റങ്ങളുണ്ടെന്ന് നോക്കുക. 2 × 2 എത്ര വരിക? 4 എണ്ണം. അപ്പോൾ ഇവിടെ എത്രയാകണം? 4 എണ്ണം ആകണ്ടേ? എന്താ ചെയ്യേണ്ടതെന്ന് നീ അറിയാം. എന്താ ചെയ്യേണ്ടേ? ഇവിടെ ഈ 2 ഒഴിവാക്കിയിട്ട് എത്രയാക്കുക? 4 എന്ന് എഴുതിയാൽ മതി. 4 4. ഇപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. ഒന്നുകൂടെ നോക്കാം. 4 അലുമിനിയം, ഇവിടെ 2 × 2 4 അലുമിനിയം ആറ്റങ്ങൾ, ഇവിടെ 6 ഓക്സിജൻ ആറ്റങ്ങൾ, ഇവിടെയും 6 ഓക്സിജൻ ആറ്റങ്ങൾ. അപ്പോൾ 4Al + 3O2 gives 2Al2O3 എന്നുള്ളതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഇത് പലതവണ നിങ്ങൾ ചെയ്ത് പഠിക്കണം, എഴുതി പഠിക്കണം. എങ്കിൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ബോർഡിലുള്ള ഈ ഒരു ഇക്വേഷനോടി ബാലൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന ഭാഗത്തേക്ക് പോവാം. ഇവിടെ BaCl2 H2SO4 ബേരിയം ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡുമാണ്. ഈ ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കാം. ഇവിടെ റിയാക്റ്റൻസ് അഭികാരകങ്ങൾ ഇവ രണ്ടുമാണ്. ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? ഈ കാണുന്ന രണ്ടുമാണ്. ഇനി നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെയും ആറ്റങ്ങളുടെ എണ്ണം നോക്കാം. ഇവിടെ ബേരിയം ബേരിയത്തിൻ്റെ ഒരാറ്റമാണുള്ളത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും ബേരിയത്തിൻ്റെ ഒരാറ്റമേ ഉള്ളൂ. അടുത്ത എലമെൻറ്റ് ക്ലോറിൻ Cl. ക്ലോറിൻ എത്ര ഉണ്ട്? 2 ആറ്റങ്ങളുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലോറിൻ എത്ര ആറ്റങ്ങളേ ഉള്ളൂ? ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ ഇതെത്രയാകണം? 2 എണ്ണമാകണം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 2 കൊടുക്കാം. അപ്പോൾ ക്ലോറിൻ ശരിയായി. ഇനി അടുത്തത് ഹൈഡ്രജൻ 2. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. സൾഫർ 1, ഇവിടെയും സൾഫർ 1 ആറ്റം. ഓക്സിജൻ 4, ഓക്സിജൻ 4. ഇക്വേഷൻ വളരെ വലുതായിരുന്നുവെങ്കിലും നമുക്ക് ബാലൻസ് ചെയ്യാൻ, സമീകരിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ഇവിടെ ഒരു 2 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് മാത്രം ചേർത്തതേ ഉള്ളൂ. 2 എന്ന് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി ചെയ്തു നോക്കുക. ഇനി നമുക്ക് പുതിയ ഭാഗത്തേക്ക് പോകാം. ഓക്സീകരണം, നിരോക്സീകരണം, ഓക്സിഡേഷനും റിഡക്ഷനും. മഗ്നീഷ്യം ക്ലോറിനുമായി റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. മഗ്നീഷ്യം ക്ലോറിനുമായി പ്രവർത്തിച്ച് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകും. നമുക്ക് ആ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം, കെമിക്കൽ ഇക്വേഷൻ ഒന്ന് എഴുതാം.
മഗ്നീഷ്യം ക്ലോറിനുമായി ചേർന്ന് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. മഗ്നീഷ്യം Mg plus chlorine Cl2 gives MgCl2, മഗ്നീഷ്യം ക്ലോറൈഡ്. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ അതോ ബാലൻസ് ചെയ്യണോ? മഗ്നീഷ്യത്തിൻ്റെ ഒരാറ്റം, ഇവിടെ മഗ്നീഷ്യം ഒരാറ്റം, ഇവിടെ ക്ലോറിൻ 2, ഇവിടെ ക്ലോറിൻ 2. ഇത് ബാലൻസ്ഡ് ഇക്വേഷനാണ്, സമീകൃത സമവാക്യമാണ്. ഇനി നമുക്ക് മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എഴുതി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. മഗ്നീഷ്യം Mg 12, Cl 17, 2 8 2 2 8 7. ഇവിടെ ഏത് ആറ്റമാണ് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുക? നമ്മൾ പഠിച്ചതാണ്, നേരത്തെ അധ്യായത്തിൽ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞതാണ്. അതായത് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി, സ്ഥിരത കിട്ടാൻ വേണ്ടി ആറ്റങ്ങൾ ചിലത് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തും, മറ്റേത് ഇലക്ട്രോണുകളെ സ്വീകരിക്കും, അല്ലേ? ഡൊണേറ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാക്കാൻ. അപ്പോൾ ഇവിടെ ഏത് ആറ്റമാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നത്? ഏതാണ്? മഗ്നീഷ്യം ആറ്റമാണ്. മഗ്നീഷ്യം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്നു, ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ ആരാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുക? ക്ലോറിൻ ആറ്റമാണ്. ക്ലോറിൻ ഒരെണ്ണത്തിനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ ഇതാണ്, ഈ പ്രവർത്തനത്തിൽ മഗ്നീഷ്യം ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നു, വിട്ടുകളയുന്നു. ക്ലോറിൻ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. റിഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം നിരോക്സീകാരിയും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റം ഓക്സീകാരിയും ആണ്. ദ ആറ്റം വിച്ച് ലോസ് ഇലക്ട്രോൺ ഈസ് കോൾഡ് the reducing agent and the atom which gains the electron is called the oxidizing agent. എന്താണ് ഓക്സീകരണം, ഓക്സിഡേഷൻ? ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം, ലോസ് ഓഫ് ഇലക്ട്രോൺസ്. എന്താണ് നിരോക്സീകരണം, റിഡക്ഷൻ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനം. ഇനി നമുക്ക് ഈ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വരാം. ഇവിടെ ആർക്കാണ് ഓക്സീകരണം സംഭവിച്ചത്, ഓക്സിഡേഷൻ സംഭവിച്ചത്? ഏതാറ്റത്തിനാണോ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് അതിനാണ് ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിച്ചത്. ഇവിടെ മഗ്നീഷ്യം ആറ്റത്തിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ മഗ്നീഷ്യത്തിന് ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിച്ചു. ഇനി ക്ലോറിൻ എന്താ ചെയ്തത്? ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്യുകയാണ്. ആരാണോ അല്ലെങ്കിൽ ഏതാറ്റമാണോ ഇലക്ട്രോൺ സ്വീകരിച്ചത്, അക്സെപ്റ്റ് ചെയ്തത്, അതിനാണ് നിരോക്സീകരണം സംഭവിക്കുക. ആ ആറ്റത്തിനാണ് നിരോക്സീകരണം, റിഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എഴുതിയ പ്രവർത്തനത്തിൽ മഗ്നീഷ്യത്തിന് ഓക്സീകരണവും മഗ്നീഷ്യത്തിന് ഓക്സിഡേഷനും ക്ലോറിന് നിരോക്സീകരണവും റിഡക്ഷനുമാണ് സംഭവിച്ചത്. കഴിഞ്ഞില്ല. ഓക്സീകരണം സംഭവിക്കുന്നത് ആർക്കാണോ അതായിരിക്കും നിരോക്സീകാരി, റെഡ്യൂസിങ് ഏജന്റ്. നിരോക്സീകരണം സംഭവിക്കുന്ന ആർക്കാണോ അതായിരിക്കും, ആ ആറ്റമായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സീകാരി. ഇതെല്ലാം കൂടി വരുമ്പോൾ ആകെ ഒരു പ്രശ്നത്തിലേക്ക് വരുന്നുണ്ട്. എളുപ്പമാണ്, ഒന്നുകൂടി പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. മഗ്നീഷ്യത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഡൊണേറ്റ് ചെയ്തുതരാ മഗ്നീഷ്യമാണ്. അതുകൊണ്ട് മഗ്നീഷ്യത്തിന് ഓക്സീകരണം സംഭവിച്ചു. അതാണ് നിരോക്സീകാരി, റെഡ്യൂസിങ് ഏജന്റ്. ഇങ്ങനെ പഠിച്ച എളുപ്പമാണ്. അതായത് ഒന്നുകൂടി പറയാം, മഗ്നീഷ്യത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. മഗ്നീഷ്യമാണ് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്തത്. അതുകൊണ്ട് മഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചു. അതുകൊണ്ട് മഗ്നീഷ്യമാണ് റെഡ്യൂസിങ് ഏജന്റ്, നിരോക്സീകാരി. അതായത് ഓക്സീകരണം സംഭവിക്കുന്നത് നിരോക്സീകാരിക്കാണ്, ഓക്സിഡേഷൻ സംഭവിക്കുന്നത് റെഡ്യൂസിങ് ഏജന്റാണ്. ഇതുപോലെ അടുത്തൊന്ന് പറയാം.
ആരാണ് ഇലക്ട്രോൺ സ്വീകരിച്ചത്? ക്ലോറിനാണ്. അക്സെപ്റ്റ് ചെയ്ത് ക്ലോറിനാണ്. അതുകൊണ്ട് ക്ലോറിന് നിരോക്സീകരണം, റിഡക്ഷൻ സംഭവിച്ചു. അതുകൊണ്ട് ക്ലോറിൻ ആരാണ്? ഓക്സിഡൈസിങ് ഏജന്റാണ്, ഓക്സീകാരിയാണ്. ഓർക്കേണ്ട കാര്യം ഇതാണ്, ഓക്സീകരണം സംഭവിക്കുന്നത് നിരോക്സീകാരിക്കും, നിരോക്സീകരണം സംഭവിക്കുന്നത് ഓക്സീകാരിക്കുമായിരിക്കും. അത് മാത്രം ഓർത്തു വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഓക്സീകരണത്തിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ നിരോക്സീകരണത്തിൻ്റെ ഇക്വേഷനും കൂടി ഒന്ന് എഴുതാം. ഇവിടെ മഗ്നീഷ്യത്തിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു. ഡൊണേറ്റ് ചെയ്യപ്പെട്ടത് ആരാണ്? മഗ്നീഷ്യമാണ്, അല്ലേ? മഗ്നീഷ്യമാണ് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തിയത്. ഒരാറ്റത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അതിന് കിട്ടുന്ന ചാർജ് എന്താണെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ചാർജാണ്. എത്ര ഇലക്ട്രോണുകളെയാണ് നഷ്ടപ്പെടുത്തിയത് അത്രയും പോസിറ്റീവ് ചാർജാണ്. അപ്പം ഇവിടെ മഗ്നീഷ്യം എത്ര ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി? 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി. അത് മഗ്നീഷ്യം അയോണായി മാറും. മഗ്നീഷ്യം അയോൺ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? Mg2+ എന്നാണ്. അപ്പം അതിൻ്റെ ഓക്സീകരണത്തിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. Mg മഗ്നീഷ്യം എന്തായി മാറി? മഗ്നീഷ്യം അയോണായി മാറി. Mg2+ 2 ഇലക്ട്രോൺ. ഇതാണ് ഓക്സീകരണത്തിൻ്റെ ഇക്വേഷൻ. മഗ്നീഷ്യത്തിന് സംഭവിക്കുന്ന ഓക്സീകരണം, ഓക്സിഡേഷൻ്റെ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഇനി ക്ലോറിന് സംഭവിച്ച എന്താണ്? നിരോക്സീകരണമാണ്. ആ ഇക്വേഷനും കൂടി എഴുതാം. ക്ലോറിൻ എന്താ ചെയ്തത്? 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ്. ഒരു ക്ലോറിൻ ആറ്റം 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചു. അപ്പോൾ എഴുതാം Cl + 1 ഇലക്ട്രോൺ ഗീവ്സ് Cl-. ഇതാണ് റിഡക്ഷൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ ഇക്വേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. 2-3 പ്രവർത്തനങ്ങളും കൂടി എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇക്വേഷൻ പഠിക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ 3 എണ്ണം പറയുന്നുണ്ടാവും, അതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും എക്സാമിന് ചോദിക്കുക. നമുക്ക് അടുത്ത പ്രവർത്തനം എടുക്കാം. പ്രവർത്തനത്തിൻ്റെ ഇക്വേഷൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതിയിരിക്കുകയാണ്. മഗ്നീഷ്യം ഫ്ലൂറിനുമായി ചേർന്ന് മഗ്നീഷ്യം ഫ്ലൂറൈഡ് ഉണ്ടാകും. മഗ്നീഷ്യം ഫ്ലൂറിനുമായി റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ഫ്ലൂറൈഡ് എന്ന പ്രൊഡക്റ്റ് ഉണ്ടാകും. ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം 282 282. ഫ്ലൂറിനാണെങ്കിൽ 27, കാരണം 9 അറ്റോമിക് നമ്പർ വരിക. അപ്പോൾ 27. ഇനി ആർക്കാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്? മഗ്നീഷ്യത്തിനാണ്. അതുകൊണ്ട് ഓക്സീകരണം നടന്ന ആർക്കാ? മഗ്നീഷ്യത്തിനാണ്. മഗ്നീഷ്യത്തിനാണ് ഓക്സീകരണം സംഭവിച്ചത്. അതുകൊണ്ട് മഗ്നീഷ്യം ആരാണ്? നിരോക്സീകാരിയാണ്, റെഡ്യൂസിങ് ഏജൻ്റാണ്. ഇങ്ങനെ പഠിച്ചാൽ മതി. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. അതായത് ഏത് ആറ്റത്തിനാണോ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് ആ ആറ്റത്തിന് ഓക്സീകരണം സംഭവിക്കുന്നു. അതാണ് നിരോക്സീകാരി, അല്ലേ? ലോസ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് എന്ത് പേര് വിളിക്കുക? ഓക്സിഡേഷൻ എന്ന് വിളിക്കുക. അതാണ് റെഡ്യൂസിങ് ഏജന്റ്. ഇവിടെ മഗ്നീഷ്യത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മഗ്നീഷ്യത്തിന് ഓക്സീകരണം, ഓക്സിഡേഷൻ സംഭവിച്ചു. മഗ്നീഷ്യമാണ് റെഡ്യൂസിങ് ഏജന്റ്, നിരോക്സീകാരി. ഇനി ഫ്ലൂറിനാണെങ്കിലോ? ഫ്ലൂറിൻ ഇലക്ട്രോണിനെ സ്വീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഫ്ലൂറിന് റിഡക്ഷൻ സംഭവിച്ചു, നിരോക്സീകരണം സംഭവിച്ചു. അതാണ് ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സീകാരി. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇനിയും ഓക്സിഡേഷൻ്റെയും റിഡക്ഷൻ്റെയും ഓക്സീകരണത്തിൻ്റെയും നിരോക്സീകരണത്തിൻ്റെയും ഇക്വേഷൻ എഴുതണം. ഇവിടെ മഗ്നീഷ്യത്തിനാണ് ഓക്സീകരണം സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എഴുതി നോക്കിക്കൊള്ളുക. മഗ്നീഷ്യം Mg ഗീവ്സ് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടാണ് എന്തായി മാറുക? മഗ്നീഷ്യം അയോൺ ആയി മാറുന്നത്, +2 ഇലക്ട്രോൺ. ഇനി അടുത്ത് ഫ്ലൂറിൻ. ഫ്ലൂറിൻ എന്താ ചെയ്ത്? 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ എഴുതാം ഫ്ലൂറിൻ ആറ്റം 1 ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഫ്ലൂറൈഡ് അയോണായി മാറുന്നു, F-. ഇതാണ് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. നമുക്ക് വളരെ പരിചയമുള്ള രാസബന്ധനം എന്ന കെമിക്കൽ ബോണ്ടിങ് എന്ന അധ്യായത്തിൽ പലതവണ എഴുതിയ ഒരു ഇക്വേഷൻ തന്നെയാണിത്. സോഡിയം ക്ലോറിനുമായി ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഇത് ബാലൻസ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. 2Na+Cl2 gives 2NaCl. സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും അറ്റോമിക് നമ്പറും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഇലക്ട്രോൺ വിന്യാസവും തന്നിട്ടുണ്ട്. സോഡിയം 281, ക്ലോറിൻ 287. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം ആരാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുക, ആരാണ് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ. ഒന്നാമത്തെ ചോദ്യം, ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആർക്കാണ്?
ഓക്സീകരണം സംഭവിക്കുന്നത് ഏത് ആറ്റത്തിനാണ്? ഓക്സികരണം എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുകയാണ്. ആരാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുക ഇവിടെ? സോഡിയമാണ്. അതുകൊണ്ട് ഓക്സീകരണം നടക്കുന്നത് സോഡിയം ആറ്റത്തിനാണ്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് സോഡിയം ആറ്റത്തിനാണ്. അതുകൊണ്ട് സോഡിയം ആരാണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്, നിരോക്സീകാരിയാണ്. അപ്പോൾ ഓക്സീകരണം പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നമ്മൾ കാണേണ്ടത് നിരോക്സീകാരിയാണ് എന്നുള്ള കാര്യമാണ്. സോഡിയം ആറ്റത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് സോഡിയം ആറ്റത്തിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അതാണ്, സോഡിയമാണ് റെഡ്യൂസിങ് ഏജന്റ്. ഇനി ആർക്കാണ് റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിക്കുന്നത്? ഇവിടെ ഏതാറ്റമാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുന്നത്? ക്ലോറിനാണ്. അതുകൊണ്ട് ക്ലോറിനാണ് നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിക്കുക. അതുകൊണ്ട് ക്ലോറിനാറ്റം ഓക്സിഡൈസിങ് ഏജന്റാണ്, ഓക്സീകാരിയാണ്. റിഡക്ഷൻ സംഭവിക്കുന്നത് ഓക്സിഡൈസിങ് ഏജന്റിനാണ്. ഒന്നുകൂടി പറയാം. ഓക്സീകരണം സംഭവിക്കുന്നത് സോഡിയത്തിനാണ്, സോഡിയമാണ് റെഡ്യൂസിങ് ഏജന്റ്. നിരോക്സീകരണം സംഭവിക്കുന്നത്, റിഡക്ഷൻ സംഭവിക്കുന്നത് ക്ലോറിനാണ്. അതുകൊണ്ട് ക്ലോറിനാണ് ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സീകാരി. ഇനി ഇക്വേഷൻ എഴുതാം. സോഡിയം, ആദ്യം ഓക്സിഡേഷൻ്റെ ആണ് എഴുതുന്നത്. സോഡിയം ആറ്റം എന്തായി മാറി? ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് സോഡിയം അയോണായി മാറി, 1 ഇലക്ട്രോൺ. ഇനിയും റിഡക്ഷൻ സംഭവിച്ചത് ക്ലോറിനാണ്. Cl പ്ലസ് 1 ഇലക്ട്രോൺ ഗേവ്സ് Cl മൈനസ്. ഇതാണ് ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനങ്ങളുടെ ഇക്വേഷൻ. ഈ അധ്യായത്തിലെ ഇതിനു മുൻപത്തെ ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടി ആ ക്ലാസ്സിൻ്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ അധ്യായത്തിലെ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഇന്നെടുത്ത ഈ ക്ലാസ്സിലെ ഭാഗത്തിലെ ചോദ്യങ്ങൾ, അതിൻ്റെ ഒരു ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാം, നോട്ട്ബുക്കിലേക്ക് എഴുതുകയും ചെയ്യാം. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ.